കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 3.0. ലേൺവൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 3.0 ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ മുൻകാല ചോദ്യ പേപ്പറുകൾ മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും അതുപോലെ തന്നെ പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻസിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് നോട്ട് ഡൗൺ ചെയ്യുക. 7592939616 എന്നതാണ് ആ നമ്പർ. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് ഇഗ്നോ എക്സാംസ്. താങ്ക് യു. ഹായ് ഓൾ, എൻ്റെ പേര് അശ്വതി. ഞാൻ ലേൺവൈസിലെ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് മെന്റർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നമുക്കറിയാം ഇഗ്നോ 2024 എക്സാം ടേം ആൻഡ് എക്സാമിനേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി വരാൻ പോകുന്ന ഒരു എക്സാം ആണ് BCOC 137 കോർപ്പറേറ്റ് അക്കൗണ്ടിങ്. അപ്പൊ ഈ ഒരു പേപ്പർ നിങ്ങൾക്ക് എങ്ങനെ എഫക്റ്റീവ് ആയിട്ട് അറ്റൻഡ് ചെയ്യാം, അതിനുള്ള കുറച്ച് ടിപ്സും കുറച്ച് ട്രിക്സും, എന്തൊക്കെയാണ് എഫക്റ്റീവ് ആയിട്ട് നമ്മൾ ആ ഒരു എക്സാം അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതൊക്കെ ഏരിയാസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇഗ്നോയുടെ തന്നെ മുൻകാല ചോദ്യ പേപ്പേഴ്സ് വെച്ചിട്ടുള്ള ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് സെഷനാണ് നമ്മൾ ഇന്ന് കണ്ടക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ലേൺവൈസിന്റെ ഒരു എക്സാം ഇനീഷ്യേറ്റീവ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിന്റെ ഇഗ്നോ ഫോക്കസ് 3.0 ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തേർഡ് സീസൺ ഓഫ് PYQ അനാലിസിസിന്റെ സെഷൻസ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇന്ന് BCom G സ്റ്റുഡൻസ്, BCom ജനറൽ സ്റ്റുഡൻസിന്റെ സെക്കൻഡ് ഇയറിൽ ഉള്ള ഒരു പ്രോബ്ലം പേപ്പർ ആയിട്ടുള്ള BCOC 137 കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള അൾട്ടിമേറ്റ് അനാലിസിസ് നമുക്ക് നോക്കാം. ഈ ഒരു സെഷൻ കൊണ്ട് ബേസിക് ആയിട്ട് ഉദ്ദേശിക്കുന്നത് തന്നെ നിങ്ങൾക്ക് ഒരു കോംപ്രഹെൻസീവും ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് തരാൻ വേണ്ടിയിട്ടാണ്. എക്സാമിന് വേണ്ടിയിട്ട് ഏതൊക്കെ ഏരിയാസിനാണ് കൂടുതൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. പല സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ചലഞ്ചിങ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സെഷനിൽ നിങ്ങൾക്ക് തരുന്ന ഇൻസൈറ്റ്സ് വഴി നിങ്ങൾക്ക് കുറച്ചും കൂടെ എഫിഷ്യന്റ് ആയിട്ട് വളരെ കുറഞ്ഞ സമയത്ത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് പ്രിപ്പറേഷൻ ഹെൽപ്ഫുൾ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെഷൻ നമ്മൾ എയിം ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു ഒബ്ജക്റ്റീവ്, ബേസിക് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ്സും അപ്രോച്ചസും നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ഒരു സെഷൻ നിങ്ങൾ കണ്ടു കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഹൈ പ്രയോറിറ്റി ടോപ്പിക്സ് ഏതൊക്കെയാണ്, റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന, റിക്കറിംഗ് ആയിട്ട് എല്ലാ എക്സാംസിനും റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണെന്നുള്ളതൊന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. ഏതൊക്കെ ടൈപ്പ് ഫോർമാറ്റ്സ് ആണ് ക്വസ്റ്റ്യൻസ് പൊതുവെ കണ്ടുവരാറുള്ളത് എന്നുള്ളതൊന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. പിന്നെ നമുക്ക് എന്താണ്, നമുക്ക് ആ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും ഒക്കെ നമുക്ക് ഈ ഒരു സെഷന്റെ ഏറ്റവും ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്വയം തന്നെ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഒരു സെഷൻ ഹെൽപ്ഫുൾ ആവും കേട്ടോ. ഈ ഒരു എൻറ്റയർ ഡോക്യുമെന്റ് സ്ട്രക്ചർ നമ്മൾ നോക്കുന്ന സമയത്ത് ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. നമ്മൾ ഈ ഒരു സെഷന്റെ ഇമ്പോർട്ടൻസും പർപ്പസും എങ്ങനത്തെ അപ്രോച്ചസ് ആണെന്നുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് സിലബസ് മാപ്പിംഗ് ആണ്. നമുക്ക് ബ്ലോക്ക് വൈസും യൂണിറ്റ് വൈസും ടോപ്പിക് വൈസ് ആയിട്ടുള്ള ഒരു റിലവൻസ്, ആ ഒരു എൻറ്റയർ സിലബസിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ഏതൊക്കെയാണെന്ന് ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു സെഷൻ ആണ്. തേർഡ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോംപ്രഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് ആണ്. എങ്ങനത്തെ എക്സാമിന് വരുന്ന പാറ്റേൺസ് എന്തൊക്കെയാണ്, ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, പ്രോബ്ലം സോൾവിംഗ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, തിയററ്റിക്കൽ എക്സ്പ്ലനേഷൻ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺസ് എങ്ങനെയാണ് പൊതുവെ കാണാറുള്ളത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുടെ ഒരു ഡിസ്കഷൻ ആണ്. ആൻഡ് ഫോർത്ത് സ്റ്റേജ് എന്ന് പറയുന്നത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അനാലിസിസ് ബൈ ബ്ലോക്സ്, യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ്. നമുക്ക് റിക്കറിംഗ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളത് ഒന്ന് ഐഡന്റിഫൈ ചെയ്യുന്ന സ്റ്റേജ് ആണ്. ഫിഫ്ത്ത് സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൊബബിലിറ്റി, നമ്മൾ ഇത്രയും നാളത്തെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് ഇനി വരാൻ പോകുന്ന എക്സാമിന്, December 2024 എക്സാമിന് എത്രത്തോളം പ്രൊബബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്, ആ കഴിഞ്ഞു പോയ പാറ്റേൺസ് അനലൈസ് ചെയ്തിട്ട് നമ്മളൊന്ന് പ്രഡിക്ഷൻ അനാലിസിസ് ആണ് ചെയ്യുന്നത്. സിക്സ്ത് സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് തരികയാണ്. നമ്മൾ ഈ പ്രഡിക്ഷൻ അനാലിസിസിന്റെ ബേസിസിൽ വരാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുകയാണ്. നിങ്ങൾക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള സെൽഫ് അസസ്മെന്റിനും പ്രാക്ടീസിനും വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ മോഡൽ ആൻസേഴ്സ് വിത്ത് ഇവാലുവേഷൻ ക്രൈറ്റീരിയ എന്നുള്ളതാണ്. ലേൺവൈസിന്റെ സ്റ്റുഡൻസിന് നിങ്ങൾക്ക് ആപ്പിൽ ഇതൊക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പൊ ആ ഒരു ആൻസേഴ്സും കാര്യങ്ങളും വെച്ചിട്ട് നിങ്ങൾക്ക് തന്നെ സെൽഫ് ഇവാലുവേഷൻ നടത്താൻ പറ്റും.
അപ്പൊ നമ്മുടെ ഒരു ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിലബസ് മാപ്പിംഗ് ആണ് നമ്മൾ ഈ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കഴിഞ്ഞു പോയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ആ ഒരു പാറ്റേൺസും കാര്യങ്ങളും വെച്ചിട്ട് എങ്ങനെയാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്, ഏതൊക്കെ ഏരിയാസിൽ നിന്നാണ്. നമുക്കിപ്പോ ഒരു സ്റ്റുഡന്റിന് 10 മണിക്കൂർ കണ്ടിന്യൂസ്ലി പഠിക്കാം, അല്ലെങ്കിൽ ഒരു 5 മണിക്കൂർ കണ്ടിന്യൂസ്ലി പഠിക്കാം. പക്ഷെ അത് എങ്ങനെ എഫക്റ്റീവ് ആയിട്ട് നമ്മൾ പറയില്ലേ, ഇപ്പൊ എക്സാം അടുത്ത് നിൽക്കുന്ന ഒരു സ്റ്റേജിൽ എന്ന് പറയുമ്പോഴത്തേക്കും കൂടുതലും എന്താണ്, കൂടുതലും ഒരു ഹാർഡ് വർക്കിനേക്കാൾ ഉപരി ഒരു സ്മാർട്ട് വർക്കാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ നമുക്ക് ഏതൊക്കെ എക്സാംസിന് വരാൻ ചാൻസ് ഉള്ള ഏരിയാസിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാം. നമുക്കൊരു 100% കവറേജ് ലിമിറ്റഡ് ടൈമിനുള്ളിൽ ചിലപ്പോൾ പോസിബിൾ ആവില്ല. അപ്പൊ നമ്മൾ സ്മാർട്ട് ആയിട്ട് വർക്ക് ചെയ്തിട്ട് ഏതൊക്കെയാണ് എക്സാം റെലവന്റ് മെറ്റീരിയൽ, എക്സാം റെലവന്റ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് നമ്മൾ പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ് മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. നമ്മുടെ ഒരു പ്രഡിക്റ്റീവ് അനാലിസിസിന്റെ മോഡൽ ആൻസേഴ്സിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ്, എങ്ങനെയാണ് ഒരു ആൻസർ എഫക്റ്റീവ് ആയിട്ട് പ്രസന്റ് ചെയ്യേണ്ടതെന്നുള്ള ഒരു കാര്യമാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. നമ്മൾ ചുമ്മാ പഠിച്ചിട്ട് മാത്രം കാര്യമില്ലല്ലോ, എങ്ങനെ ഒരു ആൻസർ പ്രസന്റ് ചെയ്യാന്നുള്ളതിലാണ് ആ ഒരു ഇമ്പോർട്ടൻസ് കിടക്കുന്നത്. അപ്പോൾ ഈ ഒരു സെഷൻ കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിലും നല്ല രീതിയിലുള്ള ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു കേട്ടോ. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്സ്, യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ് വിത്ത് എക്സാം റെലവൻസ് ആണ്. നമ്മുടെ ഫസ്റ്റ് ബ്ലോക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, കമ്പനി അക്കൗണ്ട്സ് 1 എന്നുള്ളതാണ്. അതിൽ തന്നെ യൂണിറ്റ്സ് നോക്കുന്ന സമയത്ത് ഇപ്പൊ ഫസ്റ്റ് യൂണിറ്റ് ജനറൽ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന യൂണിറ്റ്സ് നോക്കുന്ന സമയത്ത് കൂടുതലും ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയാസ് മീനിങ്, ഫീച്ചേഴ്സ് ആൻഡ് കൈൻഡ്സ് ഓഫ് കമ്പനീസ് ഏതൊക്കെയാണ്. ഏകദേശം 5-6 പ്രാവശ്യം തന്നെ ഫ്രീക്വൻസി വന്നിട്ടുണ്ട്. പാസ്റ്റ് ഒരു 5-6 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് 5-6 പ്രാവശ്യം തന്നെ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ ഏരിയാസ് ആണ് അത്. അതിന്റെ ഒരു റെലവൻസ് ലെവൽ നമുക്ക് ഒരു മീഡിയം കാറ്റഗറിയിൽ പെടുത്താനും പറ്റും. പിന്നെ ഫോർമേഷൻ ഓഫ് കമ്പനി, ഡോക്യുമെന്റ്സ്, ഇൻകോർപ്പറേഷൻ തുടങ്ങിയിട്ടുള്ള ടോപ്പിക്സ് 7 ടൈംസ് ഫ്രീക്വൻസി ആ ഒരു ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പിന്നെ ഷെയർ ക്യാപിറ്റൽ കാറ്റഗറീസ് ആൻഡ് ക്ലാസസ് 6 ടൈംസ് വന്നിട്ടുണ്ട്. ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞ 2 ഏരിയാസിൽ നിന്നും നമുക്ക് റെലവൻസ് ലെവൽ ഹൈ കാറ്റഗറിയിൽ തന്നെ നമ്മൾ പെടുത്തേണ്ടി വരും. യൂണിറ്റ് 2 നോക്കുന്ന സമയത്ത് അക്കൗണ്ടിംഗ് ഫോർ ഷെയർ ക്യാപിറ്റൽ ആണ്. അതിൽ നിന്ന് കൂടുതൽ വരുന്ന ടോപ്പിക്സ്, ക്വസ്റ്റ്യൻസ് വരുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് പ്രൊസീജിയേഴ്സ് ആൻഡ് എൻട്രീസ് ഫോർ ഷെയർ ഇഷ്യൂ, പാറ്, പ്രീമിയം, ഡിസ്കൗണ്ട്. നമുക്കറിയാം ഇപ്പോൾ 100 റുപ്പീസിന്റെ ഷെയർ 100 റുപ്പീസിൽ നമുക്ക് ഇഷ്യൂ ചെയ്യാം, അതിനെ പാറിൽ ഇഷ്യൂ ചെയ്യണമെന്ന് പറയണം. 110 ഇഷ്യൂ ചെയ്യാം പ്രീമിയത്തില്, 10 രൂപ പ്രീമിയത്തില്, 90 ഇഷ്യൂ ചെയ്യാം ഡിസ്കൗണ്ടില്. അങ്ങനെയുള്ള പ്രൊസീജിയേഴ്സും അതിന്റെ എൻട്രീസ് എഴുതേണ്ട ക്വസ്റ്റ്യൻസ് ഏകദേശം 9 ടൈംസ് എന്ന് പറയുമ്പോൾ വളരെയധികം ഹൈ പ്രയോറിറ്റി ഉള്ള ഏരിയ ആണ്. പിന്നെ ഓവർ സബ്സ്ക്രിപ്ഷൻ ആൻഡ് പ്രോറാറ്റ അലോട്ട്മെന്റ് ഏകദേശം 4 ടൈംസോളം വന്നിട്ടുണ്ട്. പിന്നെ ഫോർ ഫീച്ചർ ആൻഡ് റീ ഇഷ്യൂ ഓഫ് ഷെയർസ് 8 ടൈംസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയാസിന്റെ ഇമ്പോർട്ടൻസും റെലവൻസും നോക്കിയിട്ട് നിങ്ങൾ ആ ഒരു ഏരിയാസ് പഠിക്കാൻ വേണ്ടി ട്രൈ ചെയ്യാം. യൂണിറ്റ് 3 ബൈബാക്ക് ഓഫ് ഷെയർസ് നോക്കുന്ന സമയത്ത് കൂടുതലും ചോദിച്ചു കാണുന്ന ക്വസ്റ്റ്യൻസ് കണ്ടീഷൻസ്, മോട്ടീവ്സ്, മെത്തേഡ്സ്, സെബി ഗൈഡ് ലൈൻസ് തുടങ്ങിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 7 ടൈംസ് ഫ്രീക്വൻസി വന്നിട്ടുണ്ട്, ഹൈ റിലവൻസ് ലെവൽ ഉണ്ട്. യൂണിറ്റ് 4 നോക്കുന്ന സമയത്ത് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്, അതിൽ കണ്ടീഷൻസ്, മെത്തേഡ്സ്, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്. റിഡംഷന് വേണ്ടിയിട്ട് നമ്മളൊരു പ്രത്യേകം റിസർവ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്. ആ ഒരു ഏരിയാസിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കാണാറുണ്ട്. 6 ടൈംസോളം ഫ്രീക്വൻസി വന്നിട്ടുണ്ട്. മീഡിയം കാറ്റഗറിയിലാണ് അതിന്റെ റെലവൻസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. പിന്നെ ഇഷ്യൂ ആൻഡ് റിഡംഷൻ ഓഫ് ഡിബെഞ്ചേഴ്സിന്റെ കേസിൽ ടൈപ്സ്, ഇഷ്യൂ ആൻഡ് റിഡംഷൻ മെത്തേഡ്സ് 8 ടൈംസോളം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഹൈ റെലവൻസ് കാറ്റഗറിയിൽ വേണം ഈ ഒരു ഏരിയ നമ്മൾ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട്. പിന്നെ ബ്ലോക്ക് 2 വരുന്ന സമയത്ത് കമ്പനി അക്കൗണ്ട്സ് 2, യൂണിറ്റ് 6 ഫൈനൽ അക്കൗണ്ട്സ് 1 എന്ന് പറയുന്ന ആ ഒരു ഏരിയയിൽ നിന്ന് ലീഗൽ റിക്വയർമെന്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് 6 ടൈംസ് ആണ് പാസ്റ്റ് ടേം ആൻഡ് എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുമ്പോൾ വന്നിട്ടുള്ളത്. റെലവൻസ് ലെവൽ എന്ന് പറയുന്നത് ഹൈ ആണ്. യൂണിറ്റ് 7 നോക്കുന്ന സമയത്ത് ഫൈനൽ അക്കൗണ്ട്സ് 2, ട്രീറ്റ്മെന്റ് ഓഫ് സ്പെഷ്യൽ ഐറ്റംസ്, ഡിവിഡന്റ്, ടാക്സേഷൻ തുടങ്ങിയിട്ടുള്ള സ്പെഷ്യൽ ഐറ്റംസിന്റെ ട്രീറ്റ്മെന്റിന്റെ ക്വസ്റ്റ്യൻസ് 7 ടൈംസ് വന്നിട്ടുണ്ട്. ഹൈ റിലവൻസ് ക്വസ്റ്റ്യൻ ഏരിയാസ് ആണത്. പിന്നെ യൂണിറ്റ് 8 ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിലെ പ്രിപ്പറേഷൻ ആൻഡ് ഫോർമാറ്റ്സ്, ഡയറക്ട് മെത്തേഡിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാം, ഇൻഡയറക്ട് മെത്തേഡിൽ പ്രിപ്പയർ ചെയ്യാം. നമ്മൾ ക്ലാസ്സിൽ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളതുമാണ്. അപ്പൊ അതിന് ഏകദേശം 9 ടൈംസോളം ഫ്രീക്വൻസി വന്നിട്ടുണ്ട്. റെലവൻസ് ലെവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഹൈ ആണ് കേട്ടോ. ബ്ലോക്ക് 3 നോക്കുന്ന സമയത്ത് ഹോൾഡിംഗ് കമ്പനീസ്, വാല്യൂഷൻ ഓഫ് ഷെയർസ് ആൻഡ് ഗുഡ് വിൽ എന്നുള്ളതാണ് ബ്ലോക്ക് 3 വരുന്നത്. അതിൽ യൂണിറ്റ് 9 അക്കൗണ്ട്സ് ഓഫ് ഹോൾഡിംഗ് കമ്പനീസിന്റെ കൺസോളിഡേഷന്റെ കൺസെപ്റ്റും പ്രിപ്പറേഷൻ മെത്തേഡ്സും ഏതൊക്കെയാണെന്നുള്ളതാണ്. 5 ടൈംസോളം വന്നിട്ടുണ്ട്. മീഡിയം കാറ്റഗറിയിലാണ് ക്വസ്റ്റ്യൻ വരുന്നത്. യൂണിറ്റ് 10 നോക്കുന്ന സമയത്ത് അക്കൗണ്ട്സ് ഓഫ് ഹോൾഡിംഗ് കമ്പനീസ് 2, എക്സംഷൻസ് ആൻഡ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് 4 ടൈംസ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. മീഡിയം കാറ്റഗറി തന്നെയാണ് വരുന്നത്. അടുത്തത് യൂണിറ്റ് 11 വാല്യൂഷൻ ഓഫ് ഗുഡ് വിൽ, മെത്തേഡ്സ്, സൂപ്പർ പ്രോഫിറ്റ്, ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്, ആനുറ്റി മെത്തേഡ്
കാര്യങ്ങളുടെ കുറച്ചധികം മെത്തേഡ്സും ഒരു പ്രോബ്ലം ഏരിയ ആണ്. അത് 8 ടൈംസോളം വന്നിട്ടുണ്ട്. ഹൈ പ്രയോറിറ്റി വന്നിട്ടുണ്ട് കേട്ടോ. യൂണിറ്റ് 12 വാല്യൂഷൻ ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെത്തേഡ്സ് ഏർണിംഗ് കപ്പാസിറ്റി ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിലൊക്കെ 6 ടൈംസോളം വന്നിട്ടുണ്ട്. ഹൈ പ്രയോറിറ്റി ആണ്. മോസ്റ്റ് ഓഫ് ദി ടൈം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുന്ന സമയത്ത് വാല്യൂഷൻ ഓഫ് ഗുഡ് വിൽ വന്നിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം വാല്യൂഷൻ ഓഫ് ഷെയർസ് വരും, പിന്നെ നെക്സ്റ്റ് ടൈം വാല്യൂഷൻ ഓഫ് ഗുഡ് വിൽ വരാറുണ്ട്. ഇതിങ്ങനെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് എപ്പോഴും ചോദിക്കുന്ന ഏരിയാസ് ആണ് കേട്ടോ. അടുത്തത് ബ്ലോക്ക് 4 അമാൽഗമേഷൻ ഓഫ് കമ്പനീസ് ആണ്. യൂണിറ്റ് 13 അമാൽഗമേഷൻ കൺസെപ്റ്റ്, ഒബ്ജക്റ്റീവ്സ്, ടേംസ്, റീകൺസ്ട്രക്ഷൻ, പർച്ചേസ് കൺസിഡറേഷൻ തുടങ്ങിയിട്ടുള്ള ടോപ്പിക്സ് എന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. 6 ടൈംസ് വന്നിട്ടുണ്ട്. ഹൈ ലെവൽ പ്രയോറിറ്റി വരുന്നുണ്ട്. യൂണിറ്റ് 14 അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ് ആണ്. ജേർണൽ എൻട്രീസ്, ബാലൻസ് ഷീറ്റ് പ്രിപ്പറേഷൻ 5 ടൈംസ് വന്നിട്ടുണ്ട്. മീഡിയം ലെവൽ റിലവൻസ് ആണ് വരുന്നത്. യൂണിറ്റ് 15 ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ, മെത്തേഡ്സ് ആൻഡ് സ്റ്റെപ്സ് ആണ്. 4 ടൈംസ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. മീഡിയം ലെവൽ ആണ് അതിന്റെ റിലവൻസ് വരുന്നത് കേട്ടോ. അടുത്തത് ബ്ലോക്ക് 5 അക്കൗണ്ട്സ് ഓഫ് ബാങ്കിങ് കമ്പനീസ് ആണ്. യൂണിറ്റ് 16 ബേസിക് കൺസെപ്റ്റിൽ നിന്ന് ബാലൻസ് ഷീറ്റിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, NBFC ഡിഫറൻസസ്, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ എൻറ്റിറ്റീസിന്റെ ആ ഒരു ഡിഫറൻസും കാര്യങ്ങളും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. 4 ടൈംസ് വന്നിട്ടുണ്ട്. മീഡിയം റെലവെന്റ് കാറ്റഗറിയിൽ നമ്മൾ പെടുത്തേണ്ടി വരും. യൂണിറ്റ് 17 അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റിന്റെ കേസിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റിൽ നിന്ന് 5 പ്രാവശ്യം ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. മീഡിയം കാറ്റഗറി റെലവൻസിൽ പെടുത്താം. അടുത്തത് യൂണിറ്റ് 18 കൊമേഴ്ഷ്യൽ ബാങ്ക്സിന്റെ ഫംഗ്ഷൻസും സോഴ്സസ് ഓഫ് ഫണ്ട്സും ആണ് ചോദിക്കാറുള്ളത്. 3 ടൈംസ് ആണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഒരു ലോ റിലവൻസ് കാറ്റഗറിയിലാണ് എന്ന് പറയുന്നത്. മിസ്സാക്കണം എന്നല്ല പറയുന്നത്, കമ്പാരിറ്റീവ്ലി കുറച്ച് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളൂ. ജസ്റ്റ് ഒന്ന് വായിച്ചെങ്കിലും വിടാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. പിന്നെ യൂണിറ്റ് 19 നോൺ പെർഫോമിംഗ് അസറ്റ് ക്ലാസിഫിക്കേഷൻ, പ്രൊവിഷൻ, റിക്കവറി മെക്കാനിസംസ് ആണ്. 6 ടൈംസ് വന്നിട്ടുണ്ട്. ഹൈ റിലവൻസ് ലെവലിലാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. പിന്നെ യൂണിറ്റ് 19 നോൺ പെർഫോമിംഗ് അസറ്റ്സിന്റെ കേസ് നോക്കുന്ന സമയത്ത് ക്ലാസിഫിക്കേഷൻ, പ്രൊവിഷൻസ്, റിക്കവറി മെക്കാനിസംസ് എന്നാണ് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. ഏകദേശം 6 ടൈംസോളം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. റെലവൻസ് ലെവൽ നോക്കുന്ന സമയത്ത് ഹൈ കാറ്റഗറിയിൽ തന്നെയാണ് ഈ ഒരു ടോപ്പിക് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ഏരിയാസിന്റെ ഒരു വിഷ്വൽ അനാലിസിസ് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. നമ്മൾ ആ ഒരു 5 ബ്ലോക്ക് നോക്കുന്ന സമയത്തും കൂടുതലും ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ബ്ലോക്ക് 1 കമ്പനി അക്കൗണ്ട്സിൽ നിന്നും, ബ്ലോക്ക് 2 കമ്പനി അക്കൗണ്ട്സ് 2, പിന്നെ നോക്കുന്ന സമയത്ത് ബ്ലോക്ക് 3യും ബ്ലോക്ക് 5ഉം ഏകദേശം ഒരു സെയിം ലെവലിന് പറയാം നമുക്ക്. ബ്ലോക്ക് 4 അമാൽഗമേഷൻ ഓഫ് കമ്പനീസിൽ നിന്നാണ് കമ്പാരിറ്റീവ്ലി കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് കേട്ടോ. പ്രയോറിറ്റി ടോപ്പിക്സ് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് നോക്കിയാൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത പാറ്റേൺ നമുക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. പ്രൊസീജിയർ ഫോർ ഇഷ്യൂ ഓഫ് ഷെയർസ്, ഫോർഫീച്ചർ ആൻഡ് റീഇഷ്യൂ ഓഫ് ഷെയർസ്, മെത്തേഡ്സ് ഓഫ് വാലുവേഷൻ ഓഫ് ഗുഡ് വിൽ, പ്രിപ്പറേഷൻ ഓഫ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ്, അമാൽഗമേഷൻ, ഒബ്ജക്റ്റീവ്സ് ആൻഡ് ടേംസ്. ഇത്രയും ഏരിയാസ് നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം പഠിച്ചിട്ട് തന്നെ പോകാൻ വേണ്ടിയിട്ട് നോക്കുക. കൂടുതലും എന്താ പറയാ, ഒരു ഹൈ കാറ്റഗറിയിൽ എപ്പോഴും റിപ്പീറ്റേറ്റീവ് ആയിട്ട് വരുന്ന ഏരിയാസ് ആണ്. അപ്പൊ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. നമ്മൾ തേർഡ് ലെവലിലേക്ക് നോക്കുന്ന സമയത്ത് കോംപ്രഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് നോക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് കൂടുതൽ ഏതൊക്കെ ടൈപ്പ് ഫോർമാറ്റ്സ് ആണ്, ക്വസ്റ്റ്യൻ ഫോർമാറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കുന്ന സമയത്ത് നമുക്കറിയാം ഫസ്റ്റ് ടൈപ്പ് ഓഫ് എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് essay ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ നമുക്ക് എന്താണ് വളരെ കോംപ്രഹെൻസീവ് ആയിട്ടും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആൻസേഴ്സ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, എഴുതേണ്ടി വരും. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ്
conditions for buyback of equity shares, what are the stages in the issue of shares, provide journal entries. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് 20 മാർക്സിനൊക്കെ വരാറുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ടുള്ള ആൻസേഴ്സ് തന്നെ നമ്മൾ എഴുതേണ്ടി വരും. സെക്കൻഡ് കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻസ് വരാനുള്ളത് ഷോർട്ട് നോട്ട്സ് ആണ്. ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന സമയത്ത് കൺസൈസ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് ആണ് വേണ്ടത്. ഒരു ഹാഫ് പേജ് ഒക്കെയാണ് സാധാരണ ഷോർട്ട് നോട്ട്സിന് നമുക്ക് നോട്ട്സ് പ്രൊവൈഡ് ചെയ്യേണ്ടി വരാറുള്ളത്. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് നോൺ പെർഫോമിംഗ് അസറ്റ്സിനെ പറ്റിയിട്ട് ഒരു ഷോർട്ട് നോട്ട് എഴുതുക, എക്സ്പ്ലെയിൻ ദ പർച്ചേസ് കൺസിഡറേഷൻ ആസ് പെർ AS14. AS14 പ്രകാരം എന്താണ് പർച്ചേസ് കൺസിഡറേഷനെ പറ്റിയിട്ടുള്ള ഷോർട്ട് നോട്ട്സ് എഴുതാൻ വേണ്ടി വരാറുണ്ട്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഷോർട്ട് നോട്ട് കാറ്റഗറിയിൽ വരാറുള്ളത്. തേർഡ് കാറ്റഗറി എന്ന് പറയുന്നത് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ്. പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസിന്റെ പ്രോബ്ലംസ് ആണ് വരാറുള്ളത്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പ്രിപ്പയർ എ ഫോർമാറ്റ് ഓഫ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് യൂസിംഗ് ദ ഇൻഡയറക്ട് മെത്തേഡ്, കാൽക്കുലേഷൻ ഓഫ് ഗുഡ് വിൽ യൂസിംഗ് ദ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ന്യൂമറിക്കൽ കാറ്റഗറിയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഫോർത്ത് കാറ്റഗറി എന്ന് പറയുന്നത് ക്രിട്ടിക്സ് ഓർ ഇവാലുവേഷൻ. നമ്മളത് നമ്മുടെ ഒരു ജഡ്ജ്മെന്റും ജസ്റ്റിഫിക്കേഷനും കൂടെ ആഡ് ചെയ്തിട്ട് ആൻസർ ചെയ്യേണ്ട ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ ഡിസ്കസ് ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ഹോൾഡിംഗ് കമ്പനീസ് തുടങ്ങിയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്തേണ്ട ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഫിഫ്ത് കാറ്റഗറി എന്ന് പറയുന്നത് കേസ് സ്റ്റഡീസ് ആണ്. റെയർ ആണ് കേസ് സ്റ്റഡീസ് വരാറുള്ളത്, പക്ഷെ നമ്മൾ പാറ്റേൺസ് അനലൈസ് ചെയ്യുന്ന സമയത്ത് ഒക്കേഷണലി ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഡീറ്റെയിൽ ആയിട്ടുള്ള രീതിയിൽ തന്നെ നിങ്ങൾ ആൻസർ ചെയ്യേണ്ടി വരും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആയിട്ട് വന്നിട്ടുള്ള ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ആണ് അനലൈസ് ഗിവൺ ബാലൻസ് ഷീറ്റ് ഫോർ എ കമ്പനീസ് ഫിനാൻഷ്യൽ ഹെൽത്ത്. ഒരു ബാലൻസ് ഷീറ്റ് കണ്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കമ്പനി ഹെൽത്തി ആയിട്ടുള്ള ഒരു കമ്പനിയാണോ, പ്രോഫിറ്റ് മേക്കിംഗ് ആണോ, എങ്ങനെയാണ് ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ലാഭമാണോ നഷ്ടമാണോ ഉണ്ടാവുക തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ഇവാലുവേറ്റ് ചെയ്തിട്ട് ഒരു കേസ് സ്റ്റഡി മാതിരി കൺസിഡർ ചെയ്തിട്ട് ആൻസർ ചെയ്യേണ്ടി വരും കേട്ടോ. നമ്മൾ ബ്ലോക്ക് ആൻഡ് യൂണിറ്റ് വൈസ് കവറേജ് ആയിട്ടുള്ള ഒരു ട്രെൻഡ്സ് അനലൈസ് ചെയ്യുന്ന സമയത്ത് മോസ്റ്റ് ഫ്രീക്വന്റ്ലി നമുക്ക് ചോദിച്ചു കാണുന്ന ബ്ലോക്സ് ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലോക്ക് 1-ൽ നിന്ന് കമ്പനി അക്കൗണ്ട്സ് 1-ൽ നിന്ന് എസ്പെഷ്യലി യൂണിറ്റ് 2 അക്കൗണ്ടിംഗ് ഫോർ ഷെയർ ക്യാപിറ്റലിൽ നിന്ന് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഓൺ ഷെയർ ഇഷ്യൂ, ഫോർഫീച്ചർ ആൻഡ് റീ ഇഷ്യൂ എന്നൊക്കെ പ്രോബ്ലംസ് വരാറുണ്ട്. യൂണിറ്റ് 3 ബൈബാക്ക് ഓഫ് ഷെയർസ് നിന്ന് ഫോക്കസ് ഓൺ സെബി ഗൈഡ് ലൈൻസ് ആൻഡ് മോട്ടീവ്സ് ഓഫ് ബൈബാക്ക് തുടങ്ങിയുള്ള ഏരിയാസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ബ്ലോക്ക് 2 നോക്കുന്ന സമയത്ത് കമ്പനി അക്കൗണ്ട്സ് 2 കീ യൂണിറ്റ്സ് എന്ന് പറയുന്നത് യൂണിറ്റ് 6 and 7 ആണ്. ഫൈനൽ അക്കൗണ്ട്സ്, റെഗുലർ ക്വസ്റ്റ്യൻസ് ഓൺ പ്രിപ്പറേഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്സ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് സ്പെഷ്യൽ ഐറ്റംസ് എന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ബ്ലോക്ക് 3 ഹോൾഡിംഗ് കമ്പനീസ് ആൻഡ് വാലുവേഷൻ നോക്കുന്ന സമയത്ത് കൂടുതൽ ചോദിച്ചു കാണാറുള്ള കീ യൂണിറ്റ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ യൂണിറ്റ് 11 and 12 ആണ്. വാലുവേഷൻ ഓഫ് ഗുഡ് വിൽ ആൻഡ് ഷെയർസ്, ഫോക്കസ്ഡ് ഓൺ മെത്തേഡ്സ് ലൈക്ക് സൂപ്പർ പ്രോഫിറ്റ് ആൻഡ് ക്യാപിറ്റലൈസേഷൻ. ഈ ഒരു മെത്തേഡ്സിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് വരാറുള്ളത്. നമ്മൾ ആ ഒരു ട്രെൻഡ് ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂമറിക്കൽ പ്രോബ്ലംസിലും അതിന്റെ ആപ്ലിക്കേഷൻസും പെർട്ടിക്കുലർലി ഫ്രം ബ്ലോക്ക് 1 and ബ്ലോക്ക് 2-ൽ നിന്നാണ് കൂടുതൽ ഫോക്കസ് വരാറുള്ളത്. ആ ഒരു എംഫസൈസസ് കൂടുതൽ വരുന്നത് ക്വസ്റ്റ്യൻസ് ഓൺ നോൺ പെർഫോമിംഗ് അസെറ്റ് ബ്ലോക്ക് 5-ൽ നിന്നും വളരെ റിപ്പീറ്റേറ്റീവ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണാറുണ്ട്. അപ്പൊ ഈ രണ്ട് ബ്ലോക്കും ഈ ഒരു ഏരിയാസും നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പഠിക്കാൻ വേണ്ടി നോക്കണം കേട്ടോ. പിന്നെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ട്രെൻഡ്സ് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്കറിയാം എസ് എ ക്വസ്റ്റ്യൻസ് പൊതുവെ 20 മാർക്സിനാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കാണാറുള്ളത്. നമ്മളൊരു ഓരോ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന സമയത്ത് 2-3 ക്വസ്റ്റ്യൻസ് എസ് എ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഷോർട്ട് നോട്ട്സ് പൊതുവെ 10 മാർക്കിനാണ് ചോദിച്ചു കാണാറുള്ളത്. പിന്നെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് പറയുന്നത് 20 മാർക്കിന് തന്നെയാണ് ചോദിച്ചു കാണാറുള്ളത്. കേസ് സ്റ്റഡി എന്ന് പറയുന്നത് ഒക്കേഷണലി 20 മാർക്കിന് 1-2 പേപ്പേഴ്സ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുമ്പോൾ ആ ഒരു കാറ്റഗറിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചു കാണാറുണ്ട്. നമ്മുടെ ബ്ലോക്ക് വൈസ് ആ ഒരു മാർക്ക് അലോക്കേഷൻ നോക്കുന്ന സമയത്ത് നമുക്ക് നമ്മളെ നേരത്തെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട് ബ്ലോക്ക് 1-ഉം ബ്ലോക്ക് 2 ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ്. ഒരു ആവറേജ് മാർക്ക് എന്ന് പറയുന്നത് ബ്ലോക്ക് 1-ൽ നിന്ന് 35 to 40 മാർക്സും ബ്ലോക്ക് 2-ൽ നിന്ന് 30 to 35 മാർക്സും ചോദിക്കാറുണ്ട്. ഹൈ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ആയിട്ട് വേണം ഈ ഒരു 2 ബ്ലോക്സിനെ നിങ്ങൾ കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട്. ബ്ലോക്ക് 3-ൽ നിന്ന് അറൌണ്ട് 20 to 25 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചു കാണാറുള്ളത്. ബ്ലോക്ക് 4-ൽ നിന്ന് അമാൽഗമേഷനിൽ നിന്ന് 15 to 20 മാർക്സിന്റെ ക്വസ്റ്റ്യൻസും. രണ്ടും മീഡിയം കാറ്റഗറിയിൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വേണം പഠിക്കാൻ. ബ്ലോക്ക് 5 ബാങ്കിങ് അക്കൗണ്ട്സ് നോക്കുന്ന സമയത്ത് ഏകദേശം 10 to 15 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചോദിച്ചു കണ്ടിട്ടുള്ളത്. ഒരു ലോ കാറ്റഗറി എന്നുള്ള രീതിയിൽ നമുക്ക് കമ്പയർ ടു ബാക്കിയുള്ള യൂണിറ്റ്സ് വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മറ്റുള്ള ബ്ലോക്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്കൊരു ലോ ഇമ്പോർട്ടൻസ് പറയാമെങ്കിലും തീരെ നോക്കാണ്ട് പോകരുത്. പക്ഷെ ബാക്കിയുള്ള ബ്ലോക്സിന് കൂടുതൽ ടൈം നിങ്ങൾ അലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം കേട്ടോ. നേരത്തെ ഞാൻ പറഞ്ഞ കാര്യം തന്നെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിൽ കാണിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ആ ഒരു മാർക്ക് വൈസ് അലോക്കേഷന്റെ ഇമ്പോർട്ടൻസ് ബ്ലോക്ക് 1-ഉം ബ്ലോക്ക് 2 ആണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. നെക്സ്റ്റ് ബ്ലോക്ക് 3, പിന്നെ ബ്ലോക്ക് 4 ആൻഡ് ലാസ്റ്റ് വൺ ബ്ലോക്ക് 5 കേട്ടോ.
ഒരു അനാലിസിസ് എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു കൺക്ലൂഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്ലോക്ക് 1-നും 2-നും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. നോൺ പെർഫോമിംഗ് അസറ്റ്സ്, വാല്യൂഷൻ ഓഫ് ഷെയർസ്, ഈ ഒരു ടോപ്പിക്സ് ഒക്കെ കൂടുതൽ ഹൈലൈറ്റ് കൊടുത്തിട്ട് പഠിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. നമ്മൾ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അനാലിസിസ് നോക്കുന്ന സമയത്ത് ബൈ ബ്ലോക്സ്, യൂണിറ്റ്സ്, ടോപ്പിക് വൈസ് നമ്മൾ അനാലിസ് ചെയ്യുന്ന സമയത്ത് ബ്ലോക്ക് 1-ൽ നിന്ന് കമ്പനി അക്കൗണ്ട്സിൽ നിന്ന് കൂടുതൽ ചോദിച്ചു കാണുന്നത് യൂണിറ്റ് 2 അക്കൗണ്ടിംഗ് ഫോർ ഷെയർ ക്യാപിറ്റൽ, ഇഷ്യൂ ഷെയർസ് എന്ന് ക്വസ്റ്റ്യൻസ് എപ്പോഴും വരാറുണ്ട്. വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ടെങ്കിൽ വാട്ട് ആർ ദ സ്റ്റേജസ് ഇൻ ദി ഇഷ്യൂ ഷെയർസ്, പ്രൊവൈഡ് ജേർണൽ എൻട്രീസ് എന്നുള്ള ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചു കാണാറുണ്ട്. പിന്നെ ഫോർഫീച്ചർ ആൻഡ് റീഇഷ്യൂ, എക്സ്പ്ലെയിൻ ദ അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ് ഫോർ ഫോർഫീച്ചർ ഷെയർസ് ആൻഡ് റീഇഷ്യൂ വിത്ത് ജേർണൽ എൻട്രീസ്. രണ്ട് ടോപ്പിക്കിൽ നിന്ന് ഏകദേശം 20 മാർക്സിനോളം ക്വസ്റ്റ്യൻസ്, രണ്ടും സെപ്പറേറ്റ് നോക്കുകയാണെങ്കിൽ 20 മാർക്സിന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. യൂണിറ്റ് 3 ബൈബാക്ക് ഓഫ് ഷെയർസിന്റെ കേസിൽ കണ്ടീഷൻ ഫോർ ബൈബാക്ക് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വരാറുള്ളത്. എക്സ്പ്ലെയിൻ ദ കണ്ടീഷൻസ് റിക്വയർഡ് ഫോർ ബൈബാക്ക് ഓഫ് ഇക്വിറ്റി ഷെയർസ് എന്നുള്ളത് 4 പ്രാവശ്യത്തോളം ഫ്രീക്വന്റ് ആയിട്ട് തന്നെ കഴിഞ്ഞ 5-6 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ വന്നിട്ടുണ്ട്. അറൌണ്ട് 10 മാർക്കിനാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ബ്ലോക്ക് 2 നോക്കുന്ന സമയത്ത് കമ്പനി അക്കൗണ്ട്സ് 2 നോക്കുന്ന സമയത്ത് യൂണിറ്റ് 6 ഫൈനൽ അക്കൗണ്ട്സ് 1 നിന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഏരിയാസ് എന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രിപ്പയർ എ ഫോർമാറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓഫ് എ കമ്പനി ആസ് പെർ ദ കമ്പനീസ് ആക്ട്. പിന്നെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, പ്രിപ്പറേഷൻ ഓഫ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. ഇൻഡയറക്ട് മെത്തേഡ് എന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. നമുക്കറിയാം ഡയറക്ട് മെത്തേഡും ഇൻഡയറക്ട് മെത്തേഡും ഉണ്ട്. അതിൽ ഇൻഡയറക്ട് മെത്തേഡ് എന്നാണ് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കാണാറുള്ളത്. 2 ഏരിയാസിൽ നിന്നും ഏകദേശം 20 മാർക്കിനോളം നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിച്ച് കാണാറുണ്ട് കേട്ടോ. ബ്ലോക്ക് 3 വരുന്ന സമയത്ത് ഹോൾഡിംഗ് കമ്പനീസ് ആൻഡ് വാലുവേഷൻ, അതിൽ വാലുവേഷൻ ഓഫ് ഗുഡ് വില്ലിന്റെ കേസിൽ മെത്തേഡ് ഓഫ് വാലുവേഷൻ, എക്സ്പ്ലെയിൻ ദ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് ആൻഡ് കാൽക്കുലേഷൻ ഗുഡ് വിൽ യൂസിംഗ് ഗിവൺ ഡാറ്റ. പിന്നെ യൂണിറ്റ് 12 നിന്ന് വാലുവേഷൻ ഓഫ് ഷെയർസ്, മെത്തേഡ്സ് ഓഫ് വാലുവേഷൻ, ഡിസ്ക്രൈബ് ദ ഏർണിംഗ് കപ്പാസിറ്റി മെത്തേഡ് ഫോർ ഷെയർ വാലുവേഷൻ വിത്ത് എക്സാമ്പിൾസ്. ഇതൊക്കെ മുമ്പ് വന്നിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് എന്നേ ഉള്ളൂ. അടുത്തത് ബ്ലോക്ക് 4 അമാൽഗമേഷൻ ഓഫ് കമ്പനീസ്, അതിന്ന് യൂണിറ്റ് 13 അമാൽഗമേഷൻ ഓഫ് കൺസെപ്റ്റ്സ് എന്ന് പറയുന്ന ഇതിന്ന് പർച്ചേസ് കൺസിഡറേഷനെയാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് കാണാറുള്ളത്. എക്സ്പ്ലെയിൻ ദ മെത്തേഡ്സ് ഫോർ കാൽക്കുലേറ്റിംഗ് പർച്ചേസ് കൺസിഡറേഷൻ ആസ് പെർ AS 14 എന്നുള്ള ഏരിയാസ് നിന്നാണ് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. പിന്നെ ബ്ലോക്ക് 5 നോക്കുന്ന സമയത്ത് അക്കൗണ്ട്സ് ഓഫ് ബാങ്കിങ് കമ്പനീസ്, യൂണിറ്റ് 19 നോൺ പെർഫോമിംഗ് അസറ്റ്, ക്ലാസിഫിക്കേഷൻ ആൻഡ് പ്രൊവിഷൻസ് എന്ന് എക്സ്പ്ലെയിൻ ദ ക്ലാസിഫിക്കേഷൻ ആൻഡ് പ്രൊവിഷൻ ഫോർ നോൺ പെർഫോമിംഗ് അസറ്റ്സ്. ഈ ഒരു ഇത്രയും ഒരു ക്വസ്റ്റ്യൻസ് കുറച്ച് റിപ്പീറ്റേറ്റീവ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ പഠിക്കുമ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സും കൂടെ നിങ്ങൾ കവർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒന്ന് എൻഷുർ ചെയ്യാം കേട്ടോ. മാർക്സ് അലോക്കേഷൻ നോക്കുന്ന സമയത്തും ഇഷ്യൂ ഓഫ് ഷെയർസ്, ഫോർഫീച്ചർ ആൻഡ് റീഇഷ്യൂ ഓഫ് ഷെയർസ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, വാല്യൂഷൻ ഓഫ് ഗുഡ് വിൽ, ഇതിന്നൊക്കെ ആവറേജ് മാർക്സ് ഏകദേശം 20 മാർക്സിനോളം വന്നിട്ടുണ്ട്. പർച്ചേസ് കൺസിഡറേഷൻ ഏകദേശം 15 മാർക്സിനുള്ള ക്വസ്റ്റ്യൻസും കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുന്ന സമയത്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ ഒരു ഹൈ ഫ്രീക്വൻസി ഏരിയാസ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ കൂടുതൽ നോക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചെയ്ത് തന്നെ നോക്കാൻ വേണ്ടി നോക്കുക. ചുമ്മാ ബുക്കിലൂടെ കണ്ണോടിച്ച് പോയിട്ട് കാര്യമില്ല. ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ട് അത് ചെയ്യാൻ കിട്ടുന്നുണ്ട്, എൻട്രീസ് എഴുതാൻ കിട്ടുന്നുണ്ട് എന്നുള്ളതൊന്ന് ഉറപ്പാക്കുക. ഇഷ്യൂ ഷെയർസ്, ഫോർഫീച്ചർ, റീഇഷ്യൂ, പിന്നെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ് തുടങ്ങിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ കിട്ടുന്നുണ്ട് എന്നുള്ളത് ഒന്ന് ഉറപ്പാക്കുക. പിന്നെ എന്താണ് ആ ഒരു കൺസെപ്റ്റും അതിന്റെ ആപ്ലിക്കേഷൻസും, ഇപ്പൊ വാല്യൂഷൻ മെത്തേഡ്സ് ഫോർ ഗുഡ് വില്ല്, ഷെയർസ്, ഇതിന്റെയൊക്കെ ഒരു തിയറട്ടിക്കൽ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ക്വസ്റ്റ്യൻ വരുമ്പോഴും ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അറ്റൻഡ് ചെയ്ത് പോകാൻ വേണ്ടി പറ്റുള്ളൂ. അടുത്തത് സ്റ്റഡി സ്ട്രാറ്റജിക് യൂണിറ്റ് തറവലി. നമ്മുടെ യൂണിറ്റ് 2, 6, 8, 11 എന്നൊക്കെ പറയുന്നത് കൺസിസ്റ്റന്റ്ലി ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയാസ് ആണ്. അപ്പൊ റിവിഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു യൂണിറ്റ്സ് ഒക്കെ മസ്റ്റ് ആയിട്ട് കവർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് എൻഷുർ ചെയ്യുക. ട്രാക്ക് പാറ്റേൺസ് ഇൻ അമാൽഗമേഷൻ ആൻഡ് NPA ക്വസ്റ്റ്യൻസ്. അമാൽഗമേഷൻ ആൻഡ് NPA അപ്പിയർ റെഗുലർലി, പെർട്ടിക്കുലർലി ഫോർ ഷോർട്ട് നോട്ട്സ് ഓർ കൺസെപ്റ്റൽ അനാലിസിസ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഈ അമാൽഗമേഷന്റെ ഒക്കെ പർച്ചേസ് കൺസിഡറേഷന്റെ മെത്തേഡ്സും അമാൽഗമേഷന്റെ മെത്തേഡ്സും NPAയുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ റിപ്പീറ്റേറ്റീവ് ആയിട്ട് വരുന്നതാണ്. അപ്പൊ നിങ്ങൾ അതൊക്കെ ഒന്ന് കവർ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം എൻഷുർ ചെയ്യാം കേട്ടോ.
നേരത്തെ നമ്മൾ പറഞ്ഞത് തന്നെയാണ്. നമ്മൾ റീസെന്റ് ആയിട്ടുള്ള പേപ്പേഴ്സ് നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് എന്താണ് പ്രോബ്ലം സോൾവിങ് ക്വസ്റ്റ്യനിലോട്ട് കൂടുതൽ തിയറട്ടിക്കൽ ക്വസ്റ്റ്യൻസ് മാത്രമല്ല പ്രോബ്ലം സോൾവിങ്ങിലോട്ട് നന്നായിട്ട് തന്നെ ആ ഒരു എക്സാമിന്റെ പാറ്റേൺ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ഒരു കോർ ടോപ്പിക്സ് എപ്പോഴും സ്റ്റേബിൾ ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആ ഷെയർ ഇഷ്യൂവിന്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ, ക്യാഷ് ഫ്ലോ പ്രിപ്പറേഷൻ, ഗുഡ് വിൽ വാലുവേഷൻ ഒക്കെ എന്ത് ചെയ്യുക, സ്ഥിരമായിട്ട് തന്നെ റിപ്പീറ്റേറ്റീവ് ആയിട്ട് തന്നെ ചോദിക്കുന്ന ഏരിയാസ് ആണ്. അപ്പൊ മസ്റ്റ് ആയിട്ട് ഈ ഏരിയാസ് എന്ത് ചെയ്യുക, കവർ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. പിന്നെ നമുക്ക് ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ അനാലിസിസ് ആണ്. നമ്മൾ ഇത്രയും നേരം നോക്കിയതിന്റെ ബേസിസിൽ ഇനി വരുന്ന എക്സാംസിന്റെ ആ ഒരു റിക്കറിംഗ് നേച്ചർ വെച്ചിട്ട് എങ്ങനെയായിരിക്കും എന്നുള്ളത് നമ്മൾ നോക്കുന്നത്. ബ്ലോക്ക് 1 കമ്പനി അക്കൗണ്ട്സ് 1ന്റെ യൂണിറ്റ് 2 അക്കൗണ്ടിംഗ് ഓഫ് ഷെയർ ക്യാപിറ്റലിന് ഇഷ്യൂ ഷെയർസ്, ഫോർഫീച്ചർ ആൻഡ് റീഇഷ്യൂ എന്തായാലും ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് ഈ ഒരു ഡിസംബർ അറ്റംപ്റ്റിന് നമ്മൾ കാണുന്നുണ്ട് കേട്ടോ. യൂണിറ്റ് 3 ബൈബാക്ക് ഓഫ് ഷെയർസ് നോക്കുന്ന സമയത്ത് കണ്ടീഷൻസ് ആൻഡ് സെബി ഗൈഡ് ലൈൻസ് മീഡിയം പ്രോബബിലിറ്റി ആണ് വരുന്നത്. റെഗുലർ ആണ്, ഗ്യാരണ്ടി ചെയ്യാൻ പറ്റില്ല, ബട്ട് സ്റ്റിൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുന്ന സമയത്ത് റിപ്പീറ്റേറ്റീവ് ആയിട്ട് ഒരുപാട് പ്രാവശ്യം വരാറുണ്ട്. യൂണിറ്റ് 4 റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് നോക്കുന്ന സമയത്ത് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് മെത്തേഡ്സ് എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇൻ ബിറ്റ്വീൻ എപ്പോഴും ചോദിക്കുന്ന ഏരിയാസ് തന്നെയാണ് കേട്ടോ. ബ്ലോക്ക് 2 നോക്കുന്ന സമയത്ത് കമ്പനി അക്കൗണ്ട്സ് 2 യൂണിറ്റ് 8 ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പറേഷൻ ആൻഡ് ഫോർമാറ്റ്സ് ഹൈ പ്രോബബിലിറ്റി ഉണ്ട് ഈ പ്രാവശ്യം വരാനുള്ള. എന്തായാലും ക്യാഷ് ഫ്ലോ എന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാ എക്സാംസിനും യൂഷ്വലി ഇൻഡയറക്ട് മെത്തേഡ് ആണ് കൂടുതൽ ചോദിച്ച് കാണാറുള്ളത്. ഇൻഡയറക്ട് മെത്തേഡ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ ഡെഫിനറ്റ്ലി ഡയറക്ട് മെത്തേഡ് ഈസി തന്നെയാണല്ലോ. അപ്പൊ രണ്ടും ഒന്ന് നോക്കിയിട്ട് പോകാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം കേട്ടോ. അടുത്തത് ബ്ലോക്ക് 3 ഹോൾഡിംഗ് കമ്പനീസ് ആൻഡ് വാലുവേഷന്റെ കേസിൽ യൂണിറ്റ് 11 വാലുവേഷൻ ഓഫ് ഗുഡ് വിൽ, സൂപ്പർ പ്രോഫിറ്റ് ആൻഡ് ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് ആണ്. ഇതിന്ന് എപ്പോഴും സ്ഥിരമായിട്ട് തന്നെ ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണാറുണ്ട്. യൂണിറ്റ് 12 വാലുവേഷൻ ഓഫ് ഷെയർസിന്റെ ഏർണിംഗ് കപ്പാസിറ്റി മെത്തേഡ് എന്നുള്ളതും നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണാറുണ്ട്. ഒന്നിടവിട്ട അറ്റംപ്റ്റുകളിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണാറുണ്ട് കേട്ടോ. ബ്ലോക്ക് 4 അമാൽഗമേഷൻ ഓഫ് കമ്പനീസിന്റെ കേസിൽ യൂണിറ്റ് 13 അമാൽഗമേഷൻ കൺസെപ്റ്റ് പർച്ചേസ് കൺസിഡറേഷൻ എന്നും ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിച്ച് കാണാറുണ്ട്. ബ്ലോക്ക് 5 അക്കൗണ്ട്സ് ഓഫ് ബാങ്കിങ് കമ്പനീസിന്റെ യൂണിറ്റ് 19 നോൺ പെർഫോമിംഗ് അസറ്റിന്റെ ക്ലാസിഫിക്കേഷനും അതിന്റെ പ്രൊവിഷൻസ് ഏതൊക്കെയാണെന്നുള്ളതും ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കുന്ന സമയത്ത് ഈ ഒരു ഏരിയാസിലോട്ട് നോൺ പെർഫോമിംഗ് അസറ്റ് എന്നുള്ള ക്വസ്റ്റ്യൻസിന്റെ ആ ഒരു എന്താ പറയാ റിക്കറിംഗ് നേച്ചർ കൂടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ നമ്മൾ ആ ഒരു ഈ പാസ്റ്റ് എക്സാംസിന്റെ ബേസിസിലാണ് നമ്മൾ പറയുന്നത് ഈ ഒരു ടോപ്പിക്സിനൊക്കെ എന്താണ് ഹൈ പ്രോബബിലിറ്റി ഉണ്ടാവും എന്നുള്ള രീതിയിൽ. നേരത്തെ പറഞ്ഞ പോലെ ഇഷ്യൂ ഷെയർസ് ആൻഡ് ഫോർഫീച്ചർ, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, വാല്യൂഷൻ ഓഫ് ഗുഡ് വില്, പർച്ചേസ് കൺസിഡറേഷൻ ഇൻ അമാൽഗമേഷൻ, ഇതൊക്കെ തന്നെ ഹൈ പ്രയോറിറ്റി ഉള്ള ഏരിയാസ് ആണ്. മീഡിയം പ്രോബബിലിറ്റി നോക്കുന്ന സമയത്ത് ബൈബാക്ക് ഓഫ് ഷെയർസ് എന്നുള്ളതും നോൺ പെർഫോമിംഗ് അസറ്റ്സ് എന്നുള്ള ടോപ്പിക്സ് ആണ്. നമ്മൾ ആ ഒരു സ്റ്റഡി പ്രയോറിറ്റി ലിസ്റ്റ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, എപ്പോഴും ഹൈ പ്രയോറിറ്റി കൊടുക്കേണ്ട ടോപ്പിക്സിന് ഫോക്കസ് കൂടുതൽ കൊടുക്കുക. ഇഷ്യൂ ഷെയർസ്, ഫോർഫീച്ചർ ആൻഡ് റീഷ്യൂ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഈ ഒരു സെഷനിൽ തന്നെ ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ബ്ലോക്ക് 1 യൂണിറ്റ് 2 എന്നുള്ള ജേണൽ എൻട്രീസ്, പ്രോറാറ്റ അലോട്ട്മെന്റ്, ഫോർഫീച്ചർ പ്രോസസ്സ്, അങ്ങനെയുള്ള ഏരിയാസ് ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. ഈ ഒരു ഏരിയാസ് പഠിക്കുന്ന സമയത്ത് പ്രോബ്ലംസ് ചെയ്ത് തന്നെ നോക്കിയിട്ട് ചെയ്യാൻ കിട്ടുന്നില്ലേ നോക്കിയിട്ട് തന്നെ പഠിക്കാൻ നോക്കുക. പിന്നെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 2 യൂണിറ്റ് 8 ഇൻഡയറക്ട് മെത്തേഡ്, ക്യാഷ് ഫ്രം ഓപ്പറേഷൻസ്. നമുക്കറിയാം ഓപ്പറേഷൻസ്, ഇൻവെസ്റ്റ്മെന്റ്, ഫിനാൻസിംഗ് എന്ന് പറഞ്ഞ 3 കാറ്റഗറി ആയിട്ടൊക്കെ നമുക്ക് തിരിക്കാൻ പറ്റും. ആ ഒരു ഓരോ സബ് ഹെഡിങ്സിനുള്ളിൽ വരുന്ന എന്തൊക്കെയാണ് പോയിന്റ്സ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഒന്ന് നോക്കിയിട്ട് അതൊന്നൊരു പ്രോബ്ലം ഒക്കെ ചെയ്ത് നോക്കിയിട്ട് പോകാൻ വേണ്ടി നോക്കുക. വെറുതെ തിയറട്ടിക്കലി നോക്കിയിട്ട് കാര്യമില്ല, നമുക്ക് ചെയ്യാൻ കിട്ടില്ല. എക്സാം ഹാളിൽ പോകുമ്പോൾ വീട്ടിൽ നിന്ന് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് 1-2 പ്രോബ്ലമെങ്കിലും മസ്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക കേട്ടോ. പിന്നെ വാലുവേഷൻ ഓഫ് ഗുഡ് വില് ബ്ലോക്ക് 3 യൂണിറ്റ് 11 അതിൽ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്, ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് തുടങ്ങിയുള്ള മെത്തേഡ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. പിന്നെന്താണ് ഒരു അതിന്റെയൊക്കെ ഒരു ഫോർമുല നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ എഴുതി വെക്കുക. എഴുതി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എക്സാമിന് മുമ്പ് ഒന്ന് പെട്ടെന്നൊന്ന് റിവിഷൻ നടത്താൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ പർച്ചേസ് കൺസിഡറേഷൻ ബ്ലോക്ക് 4 യൂണിറ്റ് 13 പൂളിംഗ് ഓഫ് ഇൻട്രസ്റ്റ് മെത്തേഡ്, പർച്ചേസ് മെത്തേഡ്, അങ്ങനെയുള്ള ആ മെത്തേഡ്സിന്റെ ഒക്കെ കണ്ടീഷൻസും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കുക. കഴിഞ്ഞു പോയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ അത് റിലേറ്റഡ് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ആൻസർ ചെയ്യാൻ വേണ്ടി നോക്കുക കേട്ടോ. പിന്നെ മീഡിയം പ്രയോറിറ്റി ടോപ്പിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സപ്ലിമെന്ററി ഏരിയാസ് ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ബൈബാക്ക് ഓഫ് ഷെയർസ് ബ്ലോക്ക് 1 യൂണിറ്റ് 3 പ്രിപ്പറേഷൻ ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെബി ഗൈഡ് ലൈൻസും ആ ഒരു ഷോർട്ട് നോട്ട്സ് ആയിട്ടാണ് കൂടുതൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. അപ്പൊ അതിന്റെ ഒരു എഴുതിയിട്ട് ഇങ്ങനെ ബെറ്റർ ആയിട്ട് പ്രസന്റ് ചെയ്യണം, പോയിന്റ് വൈസ് എഴുതാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. നോൺ പെർഫോമിംഗ് അസറ്റ് എന്നുള്ള ടോപ്പിക്കിന്റെ NPA ക്ലാസിഫിക്കേഷനും അതിന്റെ റിക്കവറി മെക്കാനിസംസും എങ്ങനെയാണെന്നുള്ള ഏരിയാസ് ഒന്ന് പഠിച്ചിട്ട് പോകാൻ വേണ്ടി നോക്കുക. പിന്നെ നമ്മൾ ആ ഒരു ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ വിഷ്വലി റെപ്രസെന്റ്
പ്രസന്റ് ചെയ്യുന്ന സമയത്ത് കമ്പനി അക്കൗണ്ട്സ് 2 ആണ് നമുക്ക് അറിയാം ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. അന്ന് രണ്ടിന്നും ഹൈ ഏരിയാസ് എന്നുള്ള ഹൈ പ്രയോറിറ്റി കൊടുക്കേണ്ട ടോപ്പിക്സ് തന്നെയാണ് കൂടുതലായിട്ടുള്ളത് കേട്ടോ. പിന്നെ നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്തതിന്റെ ബേസിസിൽ നിങ്ങൾ ബാക്കിയുള്ള ബ്ലോക്സിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പഠിക്കാൻ വേണ്ടി ട്രൈ ചെയ്യാം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഇതേ ക്വസ്റ്റ്യൻ പേപ്പർ എക്സാമിന് വരുന്നല്ല, പക്ഷെ നമ്മൾ പഠിച്ചു കഴിഞ്ഞവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഒരു സെൽഫ് അസസ്മെന്റിന് വേണ്ടിയിട്ടും ഇപ്പൊ ലാസ്റ്റ് മിനിറ്റ് പഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ കിട്ടുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനും കൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ നമ്മുടെ ഇഗ്നോയുടെ എക്സാമിന്റെ സെയിം പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. 3 hours ഡ്യൂറേഷൻ, മാക്സിമം മാർക്സ് 100. ഇപ്പൊ നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ഏതെങ്കിലും 5 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനാണ്. എല്ലാ ക്വസ്റ്റ്യനും ഈക്വൽ മാർക്സ് ആണെന്നുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അസ്യൂം എനി മിസ്സിംഗ് ഡാറ്റ അപ്രോപ്രിയേറ്റ്ലി ആൻഡ് ഷോ ഡീറ്റെയിൽ വർക്കിംഗ്സ് ഫോർ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ്. എന്താ നമ്മൾ കാണിക്കുന്ന വർക്കിംഗ്സിന്റെ ഒക്കെ ഷോർട്ട് വർക്കിംഗ് നോട്ട്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് ഏതെങ്കിലും മിസ്സിംഗ് ഡാറ്റ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് അസംഷൻ എടുത്തിട്ടുള്ളത് എന്നുള്ളത് വ്യക്തമായിട്ട് എഴുതിയിട്ട് തന്നെ ആൻസർ ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പൊ സെക്ഷൻ എ എന്ന് പറയുന്നത് തിയറി ആൻഡ് കൺസെപ്റ്റ് എന്നാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ പാർട്ട് എക്സ്പ്ലെയിൻ ദ കണ്ടീഷൻസ് ഫോർ ദ ബൈബാക്ക് ഓഫ് ഇക്വിറ്റി ഷെയർസ് ആസ് പെർ ദ കമ്പനീസ് ആക്ട്. Second question, B part, discuss the methods of accounting for amalgamations. Highlight the difference between pooling of interest and purchase method. ഈ രണ്ട് ക്വസ്റ്റ്യൻസ് ഉള്ളത്. രണ്ടിനും 10 മാർക്ക് വരും. അങ്ങനെ ടോട്ടൽ 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞിട്ടുള്ള ഏരിയ നിന്നുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. പഠിച്ചിട്ട് എഴുതാൻ കിട്ടുന്നില്ല എന്നുള്ളത് ഒന്ന് സെൽഫായിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. സെക്കൻഡ് ക്വസ്റ്റ്യനിലെ എ പാർട്ട്, വാട്ട് യു മീൻ ബൈ നോൺ പെർഫോമിംഗ് അസെറ്റ്, ഡിസ്കസ് ദ ക്ലാസിഫിക്കേഷൻ ആൻഡ് പ്രൊവിഷൻസ് റിക്വയർഡ് ഫോർ NPS. ബി പാർട്ടിലെ ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ദ പ്രോസസ് ഓഫ് പ്രിപ്പയറിംഗ് എ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് യൂസിംഗ് ദ ഇൻഡയറക്ട് മെത്തേഡ്. ഒരു തിയറി ഏരിയ എന്നുള്ള ഇൻഡയറക്ട് മെത്തേഡിലുള്ള ക്വസ്റ്റ്യൻ ആണ്, പ്രോബ്ലം അല്ല. തിയറിയിൽ എങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്, ആ 3 ഹെഡിങ്സ് ഉണ്ടല്ലോ, ഓപ്പറേഷൻ ആക്ടിവിറ്റീസ്, ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റീസ്, ഫിനാൻസിങ് ആക്ടിവിറ്റീസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതി പറ്റുകയാണെങ്കിൽ അതിന്റെ ഒരു ഏകദേശം ഒരു പ്രൊഫോമയും കൂടെ ആഡ് ചെയ്തിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാം. തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ ദ ഫോളോയിങ്, മൈനോറിറ്റി ഇൻട്രസ്റ്റും കൺസോളിഡേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സും. ഈ രണ്ട് ടോപ്പിക്കിൽ നിന്നുള്ള ഷോർട്ട് നോട്ട്സ് എഴുതാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാലോ, ഒരു ഷെയർ ഇപ്പൊ ഒരു കമ്പനിയിലെ ഷെയർ ഹോൾഡിംഗ്സ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 90% ഷെയർസും ഏതെങ്കിലും ഒരാളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പോ ആയിരിക്കും ഹോൾഡ് ചെയ്യുന്നുണ്ടാവുക. ബാക്കിയുള്ള 10% ഹോൾഡ് ചെയ്തിട്ടുള്ള സ്മോൾ ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവില്ലേ, അവരെയാണ് മൈനോറിറ്റി ആൾക്കാർ എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ മൈനോറിറ്റി ഇൻട്രസ്റ്റ് എങ്ങനെയാണ്, മേജർ ഡിസിഷൻസ് ഒക്കെ എടുക്കുമ്പോൾ 90% ഹോൾഡ് ചെയ്യുന്നവർക്ക് ഈസി ആയിട്ട് ഡിസിഷൻസ് ഒക്കെ എടുക്കാൻ പറ്റും. അപ്പൊ എങ്ങനെയാണ് മൈനോറിറ്റി ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യണേന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. കൺസോൾട്ടേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എങ്ങനെയാണെന്നുള്ളതിന്റെ ഒരു ഷോർട്ട് നോട്ട്സും കൂടെ എഴുതാൻ വേണ്ടിയിട്ട് നോക്കുക. സെക്ഷൻ ബി പാർട്ടാണ്, പ്രാക്ടിക്കൽ ആൻഡ് പ്രോബ്ലം സോൾവിംഗ് ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഫോർത്ത് ക്വസ്റ്റ്യൻ, എക്സ് ലിമിറ്റഡ് ഇഷ്യൂഡ് 20,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് 10 ഈസ് അറ്റ് എ പ്രീമിയം ഓഫ് 2 per share payable as follows: 4 on application, 5 on allotment, 3 on call. എല്ലാം കൂടി കൂട്ടി നോക്കുമ്പോൾ തന്നെ എത്രയാണ്, 5, 4, 9, 10, 12 രൂപയ്ക്കാണ്. നമ്മളിവിടെ ഓൾറെഡി ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 2 രൂപ പ്രീമിയത്തിലാണെന്ന്. അപ്പൊ ഒരു ബേസിക് പ്രൈസ് എന്ന് പറയുന്നത് 10 രൂപ. അതിന് 2 രൂപ പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്തു. അപ്ലിക്കേഷൻസ് were received for 25,000 shares. Shares were allotted on a pro rata basis to applicants for 22,000 shares. All money due was received except for the allotment and call money on 500 shares. These shares were forfeited and reissued at ₹9 per share. Prepare journal entries for the above transactions and the balance sheet after forfeiture and reissue. എല്ലാ ഏരിയാസിനും കൂടെ ഉള്ള കാര്യങ്ങൾ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പഠിച്ചാൽ തന്നെ ഓൾമോസ്റ്റ് ആ ഏരിയാസ് മുഴുവൻ നമ്മൾ കവർ ചെയ്യും. അപ്പൊ ഒന്ന് മസ്റ്റ് ആയിട്ട് തന്നെ ഒന്ന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം കേട്ടോ. ഫിഫ്ത് ക്വസ്റ്റ്യൻ, ദ ഫോളോയിങ് ഡാറ്റ ഈസ് പ്രൊവൈഡഡ് ഫോർ ABC ലിമിറ്റഡ്. നമുക്കൊരു ബാലൻസ് ഷീറ്റ് ആണ് തന്നിട്ടുള്ളത്. ലൈബിലിറ്റി സൈഡിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 2022 23 ഫിഗേഴ്സ് തന്നിട്ടുണ്ട്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 5 lakh, 6 lakh, 10% ഡിബഞ്ചേഴ്സ് 2 lakh, 1,50,000, ജനറൽ റിസർവ് 1 lakh, 1,50,000, ക്രെഡിറ്റേഴ്സ് 60,000, 80,000. അസറ്റിന്റെ വാല്യൂ നോക്കുന്ന സമയത്ത് ഗുഡ് വിൽ 70,000, 50,000, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 5 lakh, 5,50,000, മെഷീനറി 2 lakh, 2,20,000, ക്യാഷ് ആൻഡ് ബാങ്ക് 90,000 and 1,10,000. അഡീഷണൽ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഡിപ്രീസിയേഷൻ ഓൺ മെഷീനറി 10%, ഡിവിഡൻഡ് പെയ്ഡ് 20,000. പ്രിപ്പയർ എ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് യൂസിംഗ് ദ ഇൻഡയറക്ട് മെത്തേഡ്. ഇൻഡയറക്ട് മെത്തേഡിലുള്ള ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കാനുള്ള ഒരു പ്രോബ്ലം ആണ്. 20 മാർക്സിനാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. സിക്സ്ത് ക്വസ്റ്റ്യൻ, ഫ്രം ദ ഫോളോയിങ് ഡീറ്റെയിൽസ് കാൽക്കുലേറ്റ് ഗുഡ് വിൽ യൂസിംഗ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്, ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്. ആവറേജ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട് 1 lakh, നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ തന്നിട്ടുണ്ട് 10%, നെറ്റ് അസറ്റ് തന്നിട്ടുണ്ട് 8 lakh. നമുക്ക് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിലും ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിലും നിങ്ങൾ
എങ്ങനെയാണ് ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യണേ എന്നുള്ളതിന്റെ വർക്കിംഗ്സ് ആണ് ആഡ് ചെയ്യേണ്ടത് കേട്ടോ. 7th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അഡ്വാൻസ് ടോപ്പിക്, സെക്ഷൻ സി അഡ്വാൻസ് ടോപ്പിക്സ് എന്നാണ്. 7th ക്വസ്റ്റ്യൻ, എ കമ്പനി ഇഷ്യൂ 30,000 debentures of 100 each at a discount of 5%, redeemable at a premium of 10%. The entire amount was payable on application. The issue was fully subscribed. Prepare journal entries and explain how the loss on issue of debentures will be treated in financial statements. 20 മാർക്കിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 8th question, explain the valuation of shares using the earning capacity method. Provide a worked example where maintainable profit 1,50,000, normal rate of return 12%, number of equity shares 10,000. 20 മാർക്സിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ 8 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിലേക്ക് ഏതെങ്കിലും 5 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാം. ഈ ഒരു എക്സാം സക്സസ്ഫുൾ ആയിട്ട് തന്നെ എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റട്ടെ. നമ്മൾ ആ ഒരു ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുള്ള ഏരിയാസ് ഒക്കെ തന്നെ എന്തായാലും മസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക കേട്ടോ. അപ്പൊ ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ഓൾ. നിങ്ങൾ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇഗ്നുവിൽ നിന്ന് ഡിഗ്രി PG MBA ഒക്കെ നേടാം. 22ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺവൈസിൽ അവൈലബിൾ ആണ്. കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും. ലേൺവൈസിൽ നിന്ന് മുമ്പ് പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഒട്ടും സമയം കളയണ്ട, എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.